മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം, അത്യുജ്വലമായ ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകമാണ്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. നമ്മളുടെ ജീവിതത്തിൽ ഇപ്പം മുതൽക്ക് പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്ലോകമാണത്. നല്ല ശ്ലോകമാണ്. ഒരു മനുഷ്യന് ഉയരങ്ങളിലേക്ക് ഉള്ള അംബീഷൻസ്, അത്യാഗ്രഹം, അവനവന്റെ നിലയും വിലയും മറന്നുള്ള അത്യാഗ്രഹം, അത് കൂടുന്നതിനനുസരിച്ചിട്ടാണ് അതിലെ പലതും നേടാൻ പറ്റാതെ വരുമ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്യാനും തളർന്നു പോകാനും മാനസികമായിട്ട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനും നിർബന്ധിതനാവുന്നത്. ഇപ്പോൾ ഓർമ്മിക്കാനുള്ളത്, എനിക്ക് താങ്ങാൻ സാധിക്കുന്നത് 2 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ, ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് 20 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ, ഈ അന്തരം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. ആഗ്രഹങ്ങളുടെ എണ്ണവും വണ്ണവും കൂടുന്നതിനനുസരിച്ച് അത് സബലീകരിച്ചാലും സബലീകരിച്ചില്ലെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കഴിയുന്നത്രയും ആഗ്രഹങ്ങൾ കുറേശ്ശെ കുറയ്ക്കുക, വേണ്ടെന്ന് വെക്കരുത്. കുറേ അധികം പ്രവൃത്തികൾ യജ്ഞഭാവത്തിൽ ചെയ്യുക, ത്യാഗഭാവത്തിൽ ചെയ്യുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു നോക്കുക. നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും അവാർഡും അഭിനന്ദനവും പുരസ്കാരവും പൊന്നാടയും ബൊക്കെയും എല്ലാം വേണമെന്ന് ചിന്തിച്ച് ചെയ്യുമ്പോൾ അത് ലഭിച്ചില്ലെങ്കിൽ വേദനയും ദുഃഖവും ഉണ്ടാവും. ഇനി അത് ലഭിച്ചതിൻ്റെ അളവ് കുറഞ്ഞാൽ അപ്പോഴും വേദനയും ദുഃഖവും ഉണ്ടാവും. നമുക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് ലഭിച്ചു എങ്കിൽ അപ്പോഴും വേദനയും ദുഃഖവും ഉണ്ടാവും. അപ്പോ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചത് ലഭിക്കാതെ വരുമ്പോഴും ലഭിച്ചതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോഴും നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നതിനെ മറ്റാരെങ്കിലും വിമർശിക്കുകയും ചെയ്താലൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സ്ഥിതിക്ക് യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര, യജ്ഞഭാവത്തില്, സമർപ്പണഭാവത്തില്, ത്യാഗഭാവത്തില് വേണം എന്നുള്ളതിന് പകരം വേണ്ട എന്ന ഭാവത്തില്, എനിക്ക് ആവശ്യമില്ല എന്ന ഭാവത്തിൽ നമ്മൾ കർമ്മം ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മളുടെ കർമ്മം ത്യാഗത്തിൻ്റെയും അല്ലെങ്കിൽ നിരസിക്കലിൻ്റെയും വേണ്ട എന്ന് പറയുന്നതിൻ്റെയും ലെവലിലേക്ക് ഉയരുകയാണെങ്കിൽ അവിടെ ബന്ധനങ്ങൾ ഉണ്ടാവില്ല, ബോണ്ടേജ് ഉണ്ടാവില്ല. അറ്റാച്ച്മെന്റ് ഉണ്ടാവും, ബോണ്ടേജ് ഉണ്ടാവില്ല. ആ ബോണ്ടേജ് ഇല്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ബന്ധനമില്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ, മക്കളിൽ നിന്ന് വളരെ കൂടുതൽ പ്രതീക്ഷിക്കുക, അത്രയും കിട്ടാതെ വരുമ്പോൾ ദുഃഖം ഉണ്ടാവും. നമ്മുടെ ഓഫീസിൽ നിന്ന് വളരെ കൂടുതൽ പ്രതീക്ഷിക്കുക, അത് കിട്ടാതെ വരുമ്പോൾ ദുഃഖം ഉണ്ടാവും. അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കുക, എന്നിട്ട് കിട്ടാതെ വരുമ്പോൾ ദുഃഖം ഉണ്ടാവും. അയാൾ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വിചാരിക്കുക, അയാളുടെ ഫോൺ കോൾ നിരന്തരം വരുമെന്ന് വിചാരിക്കുക, അതില്ലാതെയാവുമ്പോൾ ദുഃഖം ഉണ്ടാവും. അപ്പോൾ എന്തിനെയാണോ നമ്മൾ പരിധിക്കപ്പുറം പ്രതീക്ഷിക്കുന്നത്, അത് ലഭിക്കാതെ വരികയോ ഉദ്ദേശിച്ച് അത്രയും ലഭിക്കാതെ വരികയോ ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദുഃഖം ഉണ്ടാവുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര അയം ലോകഃ കർമ്മബന്ധനഃ. സമർപ്പണ ഭാവത്തിലൂടെ അല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ബന്ധനത്തിൻ്റെതായിട്ടുള്ള വേദനയുണ്ടാകും. തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. അതുകൊണ്ട് ഹേ അർജുന, ബന്ധനങ്ങളില്ലാതെ, പരിധിക്കപ്പുറമുള്ള പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഇല്ലാതെ നീ നിന്റെ പ്രവൃത്തി ചെയ്യുക. വളരെ നല്ല ഒരു സന്ദേശമാണ്, പ്രായോഗികമായിട്ടുള്ള സന്ദേശമാണ്. ആഗ്രഹങ്ങൾ ഉണ്ടാവരുത്, പ്രതീക്ഷ ഉണ്ടാവരുത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് രണ്ടും നിയന്ത്രിക്കുകയാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ സബലീകരിച്ചില്ലെങ്കിലും പ്രതീക്ഷയ്ക്കോ
ഒത്തവണ്ണം നമുക്ക് ലഭിക്കേണ്ടത് ലഭിച്ചില്ലെങ്കിലും ദുഃഖം ഉണ്ടാവില്ല. ഈ സന്തോഷം എന്ന് പറയുന്നത് രണ്ട് ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇന്റർവെല്ലാണ്. സന്തോഷം എന്ന് പറയുന്നത് രണ്ട് ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇന്റർവെല്ലായ സ്ഥിതിക്ക് ആ സന്തോഷത്തിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാൻ സാധിച്ചില്ലെങ്കിലും ദുഃഖത്തിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ സാധിച്ചാൽ വലിയ ആശ്വാസമാണ്. നമുക്ക് ലഭിക്കേണ്ടത് ലഭിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖം, പിന്നെ കയ്യിലുണ്ടായിരുന്നതും പോയി എന്നുള്ളത് വേറൊരു ദുഃഖം. ഇതിലേത് ദുഃഖമാണ് വലിയ ദുഃഖം? കയ്യിലുണ്ടായതും പോയി എന്നുള്ള ദുഃഖമാണ് വലിയ ദുഃഖം. അതിനേക്കാൾ ചെറിയ ദുഃഖമാണ് പ്രതീക്ഷിച്ചത് ലഭിച്ചില്ല എന്നുള്ളത്. ആ പ്രതീക്ഷിച്ചത് ലഭിച്ചില്ല എന്ന ദുഃഖത്തിൻ്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ എളുപ്പം എന്താണ്? കഴിയുന്നതും പ്രതീക്ഷിക്കാതിരിക്കുക. യദൃച്ഛയാ ചോപവന്നം സ്വർഗദ്വാരമവാവൃതം സുഖിന ക്ഷത്രിയ പാർത്ത ലബന്തി യുദ്ധമീദൃശം എന്ന് വേറൊരു സ്ഥലത്ത് കൃഷ്ണൻ പറയുന്നുണ്ട്. യാദൃച്ഛികമായിട്ട് ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിച്ച് സന്തോഷിക്കുക, അതിൽ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധന്യമായ ഈ ഭഗവത്ഗീതയിലെ സന്ദേശം നമുക്ക് ആവേശം ലഭിക്കട്ടെ. പ്രണാമം, നമസ്കാരം.